നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും, നല്ല FPS കളിക്കാൻ പറ്റും. എല്ലാവരും LD പ്ലെയറിലോട്ട് മാറുക, അത്ര ഇനി പറയുള്ളൂ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് BGMI എങ്ങനെ എമുലേറ്റർ കളിക്കാം. ഓക്കെ, ഇത് LD പ്ലെയർ 9ലാണ് ഇന്ന് ഇൻസ്റ്റാൾ ആക്കാൻ പോണത്. അപ്പോൾ ഗെയിം ലൂപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, മോമോൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി വരാൻ പോണത് LD പ്ലെയറിൻ്റെ വീഡിയോ ആണ്. അപ്പം ഇപ്പോൾ ഫൈനലി റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. വലിയ ടൈമൊന്നും വേസ്റ്റ് ആക്കില്ല, നമുക്കിവിടെ സ്ക്രീനിലോട്ട് ഓക്കെ. അപ്പോൾ ഗൈസ്, താഴെ കൊടുത്തിങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. LD പ്ലെയർ 9ൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇതാണ് ആ ലിങ്ക്. ഇവിടെ വന്നതിന് ശേഷം LD പ്ലെയർ 9 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളത് ഓപ്പൺ ചെയ്യണം, യെസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വന്നതിന് ശേഷം നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. അതിന് മുമ്പ് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സെറ്റപ്പ് പാത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യാനുള്ള കാര്യമാണ്, C ഡ്രൈവിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ആവണമെന്നുള്ളത്. എന്നിട്ട് ഇൻസ്റ്റാൾ ആക്കണം. C ഡ്രൈവിൽ തന്നെ ഇൻസ്റ്റാൾ ആക്കണം. നിങ്ങൾ സ്പേസ് ഒക്കെ ഒന്ന് കണ്ടെത്തി വച്ചിരിക്കണം. എനിക്കിവിടെ സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം, അതിൻ്റെ ആവശ്യം പിന്നെ ഇല്ല. ഇതിവിടെ ഡൗൺലോഡ് ആവുകയാണ്, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ആവണത് വരെ നമുക്ക് BGMI ഡൗൺലോഡ് ആക്കൗണ്ട് 32 ബിറ്റാണ് യൂസ് ചെയ്യാൻ പോണത്. ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റില്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇത് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് LD പ്ലെയർ 9. ഇവിടെ ഇങ്ങനത്തെ വല്ല പോപ്പ് വന്ന് അലോ കൊടുക്കണം. ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം ഓൺ ആവണത് വരെ. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ആവുന്ന സമയം കൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ രണ്ടാമത്തെ ലിങ്ക് ടെലിഗ്രാമിൻ്റെ. ഇവിടെ വന്നതിന് ശേഷം PC പാക്കോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഏറ്റവും താഴെ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞത്. ഇവിടെ നിന്ന് നിങ്ങൾ മുകളോട്ട് പോകണം, കുറച്ച് മുകളോട്ട് പോകണം. BGMI ഇൻസ്റ്റാൾ ആക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജൂലൈ 17 ഡേറ്റ്. ഈ ഒരു BGMI ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, BGMI 4.5 32 ബിറ്റ് ഗെയിം ലൂപ്പ് എന്നൊക്കെ കൊടുത്തേക്ക്, അത് നിങ്ങൾ നോക്കണ്ട, ഡൗൺലോഡ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇമുലേറ്റർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇമുലേറ്ററിനകത്ത് കുറച്ച് സെറ്റിങ്സ് ചെയ്യാറുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ ആഡ് വന്ന് അത് കട്ട് ചെയ്ത് കളയണം. ജസ്റ്റ് സെറ്റിങ്സ് വന്നതിന് ശേഷം ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് സെറ്റിങ്സ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കളയാം. ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുമ്പോൾ കുറച്ച് ലോഡും കാര്യങ്ങളും എടുക്കും. സെറ്റിങ്സിൽ വരിക, വന്നതിന് ശേഷം സിസ്റ്റം ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് അഡ്വാൻസ് പോയിൻ്റർ സ്പീഡ് കൂട്ടിയിടണം, ബാക്ക് ഇറങ്ങണം. പിന്നെ അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ആക്സസിബിലിറ്റി വരിക. ഇവിടെ വന്നതിന് ശേഷം റിമൂവ് ആനിമേഷൻ എന്ന് പറഞ്ഞ് ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യുക. ടച്ച് ആൻഡ് ഷോർട്ട് ഡിലേയിൽ മാറ്റി, ഷോർട്ട് തന്നെയാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇമുലേറ്റർ ഇത്രയും പരിപാടി ഇമുലേറ്ററിനകത്തുള്ള. ഈ ഇമുലേറ്ററിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ BGMI ഇവിടെ BGMI മൗസ് കുഴപ്പമാണ് ബ്രോ, മൗസ് എല്ലാം പോയി. ഓക്കെ, BGMI ഡൗൺലോഡ് ആവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. സെറ്റിങ്സ് പോവുക. ഇവിടെ നിങ്ങൾ മോണിറ്ററിനനുസരിച്ച് നിങ്ങൾ റെസൊല്യൂഷൻ കൊടുക്കുക. 720 ആണെങ്കിൽ 720 കൊടുക്കുക, ലാപ്ടോപ്പ് ആണെങ്കിൽ 720, നല്ല PC ആണെന്നുണ്ടെങ്കിൽ 1080p കൊടുക്കാം. അതിന് മുകളിലോട്ട് ആവശ്യമുള്ളവർക്ക് മുകളിലോട്ട് കൊടുക്കാം. പക്ഷേ പെയ്ഡ് എടുക്കേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യണ ബൈപ്പാസിന് പെയ്ഡ് എടുക്കേണ്ടി വരും. ബൈപ്പാസ് ഇട്ടാണ് കളിക്കാൻ പോകണം. വേറെ ഒന്നുമില്ല, 1080p കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iPad വ്യൂ വേണമെങ്കിൽ iPad വ്യൂവിൻ്റെ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ടാബ്ലറ്റിനാണെങ്കിൽ ടാബ്ലറ്റ്, അല്ലെങ്കിൽ iPad വ്യൂവിൻ്റെ റെസൊല്യൂഷൻ ഞാൻ കമൻറ്റ് ചെയ്ത് കൊടുത്തേക്കാം, അത് അതേപോലെ അങ്ങ് അടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇവിടെ ഹൈ FPS കൊടുക്കണം, ഗോട്ടിച്ച് കൊടുക്കണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കൂട്ടാം. ഞാൻ ഇവിടെ 144 ഇടുന്നത്. B സിങ്ക G സിങ്ക ഒന്നും ഓണാക്കല്. കോർ ഇവിടെ എനിക്ക് 6 കോറിൻ്റെ പ്രൊസസ്സറാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്പെക്ക് കാണിച്ചുതരാം. എല്ലാ വീഡിയോയിലും സ്പെക്ക് കാണിക്കുന്നതാണ്, ഈ വീഡിയോയിലും കാണിച്ചുതരാം. Ryzen 5 9600X ആണ്. മെമ്മറി ഇവിടെ 32 GB റാം ഉണ്ട്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് GTX 1660 സൂപ്പറാണ്. അപ്പോൾ എനിക്കിവിടെ 4 കോർ കൊടുക്കാൻ പറ്റും. 6 കോർ ഉള്ളതുകൊണ്ട് 32 GB റാം ഉണ്ട്. പക്ഷേ 8 GB ആണ് ഇവിടെ മാക്സിമം കാണിക്കണം. മാക്സിമം 8 GB കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 8 GB ഉണ്ട്, 6 GB കൊടുക്കണം. വേറെ റാപ്പ് വെളിയിലിടാൻ പാടില്ല. ഓക്കെ, 16 ഉണ്ടെങ്കിൽ 8 കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുച്ചാൽ. എന്നിട്ട് ഇവിടെ കസ്റ്റമൈസിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്പർ അടിച്ചു വിട്ടാൽ മതി. എന്നിട്ട് ഇവിടെയാണ് മെയിൻ SM സ്പേസ് X920. ഇത് ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ടൈപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, നെറ്റ്വർക്ക് മോഡൽ ഉറപ്പായിട്ട് ടൈപ്പ് ചെയ്തിരിക്കണം. എന്നിട്ട് ഡിസ്കിൽ വന്നതിന് ശേഷം മെയിൻ കാര്യമാണ് റൈറ്റബിൾ ഡിസ്ക് കൊടുക്കണം. പിന്നെ ആഡിയോയിലൊന്നുമില്ല, നെറ്റ്വർക്കിലൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം അതേഴ്സ് വന്നതിന് ശേഷം റൂട്ട് പെർമിഷൻ എനേബിൾ ചെയ്യണം, സേവ് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ BGMI ഡൗൺലോഡ് ആയി കാണും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഇൻ ഫോൾഡർ കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റാർ ഫയലായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്റ്റ്
അവിടെ തന്നെ അങ്ങ് എക്സ്ട്രാക്ട് ചെയ്യുക. ജസ്റ്റ് 2 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ, എക്സ്ട്രാക്ട് ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണ ബൈപ്പാസ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മോമോ യൂസ് ചെയ്തിട്ട് ഗെയിം ലൂപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണും ഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്യൂഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഉള്ള ഫ്യൂഷൻ ഞാൻ ഡിലീറ്റ് ആക്കി ഇട്ടുതരാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എൻ്റെ പഴയ ഫ്യൂഷൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വീണ്ടും ടെലിഗ്രാം ചാനലിൽ തന്നെ വരിക, ഏറ്റവും താഴെ വരിക, ഇവിടെ ആയിരിക്കും പറഞ്ഞത്. നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പോവുക, പോയി നിങ്ങളൊന്ന് നോക്കുക. ഫ്യൂഷൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ജൂലൈ 17 തന്നെയാണ് ആ ഡേറ്റ് തന്നെയാണ്, അതേ ഫ്യൂഷൻ തന്നെയാണ്. അപ്പം നിങ്ങളിപ്പം നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും ഫ്യൂഷൻ കിടക്കണം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, താഴോട്ട് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വേറെ ഫ്യൂഷൻ തരാം, അപ്ഡേറ്റ് ആയിട്ടുള്ള വേറെ ഫ്യൂഷൻ തരാം. അപ്പോൾ അത് വേണം ഡൗൺലോഡ് ആക്കാൻ. ഇത് തന്നെ ഡൗൺലോഡ് ആക്കാൻ നിൽക്കല്ലേ, ഇതിന് താഴോട്ട് വല്ല ഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ആക്കണം. ഇപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ഫ്യൂഷൻ, ഇത് ഡൗൺലോഡ് ആക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഇൻ ഫോൾഡർ കൊടുക്കുക. അപ്പം ഇതിനെ എടുത്ത് ഡ്രാഗ് ചെയ്ത് വെളിയിലോട്ടൊന്ന് ഇടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെറുപ്പം എറർ കാണിക്കാം, അതിൻ്റെ അർത്ഥം നിങ്ങൾ ആൻറ്റി വൈറസ് ഓൺ എന്നാണ്. അപ്പോൾ ആൻറ്റി വൈറസ് ഓഫ് ചെയ്യണം. സെർച്ചിൽ പോയിട്ട് വൈറസ് എന്ന് അടിക്കുക, വൈറസ് റിട്ടേൺ പ്രൊട്ടക്ഷൻ. ഇത് വൈറസ് ഫയലൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ മാനേജ് സെറ്റിങ്സിൽ വരിക, റിയൽ ടൈം എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഓഫ് ചെയ്യുക, എസ് കൊടുക്കുക, ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വീണ്ടും വന്നതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. വൺ മോർ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഇൻ ഫോൾഡർ, വെളിയിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഡ്രാഗ് ചെയ്ത് വെളിയിലിട്ടതിന് ശേഷം ഓപ്പൺ ചെയ്യുക. മോർ ഇൻഫോ, റൺ എനിവേ, താഴെ വന്നിട്ടുണ്ട്, എസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓക്കെ കൊടുക്കുക, ഇങ്ങനെ ഒരു കാര്യം കാണിക്കുക, അത് ഓക്കെ കൊടുക്കുക. വെയിറ്റ് ചെയ്യുക 2 സെക്കൻഡ്. ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെളിയിൽ ഒരു ഫ്യൂഷൻ കൂടി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനൽ ഫ്യൂഷൻ. പഴയത് ഡിലീറ്റ് ചെയ്യും, താഴെ ഡിലീറ്റ് ചെയ്യും. വീണ്ടും എസ് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഓപ്പൺ ആവണില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 1-2 വട്ടം ഓപ്പൺ ആവില്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും ഓപ്പൺ ആവണില്ല. പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് വാർപ്പ് എന്ന് പറഞ്ഞിട്ടൊരു VPN ഉണ്ട്, 1.111, അത് ഡൗൺലോഡ് ആക്കണം, എന്നിട്ട് ഓപ്പൺ ചെയ്യണം അത്. ഓക്കെ, ഇത് അപ്ഡേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ താഴെ വന്നാണ് അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓപ്പൺ ആവും. എന്നിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു വാർപ്പിനെ ഓഫ് ചെയ്യാൻ പറ്റും, എക്സിറ്റ് അടിക്കാൻ പറ്റും. ഇതാണ് ആ ട്രിക്ക്. ഫ്യൂഷൻ ഓപ്പൺ ആവാത്തവർക്ക് ഇതാണ് ആ ട്രിക്ക്. ക്ലൗഡ് വാർപ്പിൻ്റെ ലിങ്ക് ഞാൻ 3ാമത് കൊടുത്തിരിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വേറെ നമുക്ക് ചെയ്യാമില്ല, എക്സ്ട്രയ്ക്കകത്ത് വേറെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്യണം നമുക്ക് ഒരിക്കൽ ഫ്യൂഷൻ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ വെരിഫിക്കേഷനെ കൊടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഒരു പ്രശ്നമുണ്ട്, ചില ആൾക്കാർക്ക് ഇനി നമ്മൾ തിരിച്ച് ആൻറ്റി വൈറസ് ഓൺ ചെയ്യുമ്പോൾ അത് താനെ ഡിലീറ്റ് ചെയ്യും, ഫ്യൂഷൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ട്രിക്കല്ലാതെ ചെയ്തേ പറ്റുമോ നിങ്ങൾക്ക്. വീണ്ടും ഹോമിൽ ഇവിടെ വൈറസ് റിട്ടേൺ പ്രൊട്ടക്ഷനിൽ വന്നതിന് ശേഷം മാനേജ് സെറ്റിംഗ്സ് വന്നതിന് ഏറ്റവും താഴെ ആഡ് ഓർ റിമൂവ് എക്സ്ക്ലൂഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, എസ് കൊടുക്കുക. ഇവിടെ ആഡ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ഫ്യൂഷൻ്റെ ഫോൾഡർ ഒന്ന് കണ്ടുപിടിക്കണം. ഫ്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഫയൽ ലൊക്കേഷനിൽ പോവുക. ഈ ഒരു പാത്ത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഗോ കൊടുക്കുക, സെലക്ട് ഫോൾഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്യൂഷൻ്റെ ഫോൾഡർ നമ്മളിവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് ആൻറ്റി വൈറസ് ഓൺ ചെയ്യാം. ഇനി നമ്മളെ ഫ്യൂഷൻ ഡിലീറ്റ് ആയി പോകത്തില്ല. ഓക്കെ, റിയൽ ടൈം ഇവിടെ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്യൂഷൻ ഡിലീറ്റ് ആയി പോകത്തില്ല. ഓക്കെ, അപ്പം എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. വെരിഫിക്കേഷൻ, വെബ് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്. ടൂൾസിൽ പോകുക ഒരിക്കൽ. ഇവിടെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ 720 കൊടുക്കാം, PC നല്ല ഹെവി ആൻറ്റി PC ആണെങ്കിൽ 1080p കൊടുക്കാം. ഇവിടെ വേറെ ഒന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അതിന് ഫ്യൂഷൻ്റെ പേഡ് എടുക്കേണ്ടി വരും. ഈ 2 റെസൊല്യൂഷനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഫ്രീയിൽ. എന്നിട്ട് ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇപ്പം. ഓക്കെ, എല്ലാം സ്മൂത്താണ്. സേവ് സെറ്റിങ്സ് കൊടുക്കുക. 720 ആണ്, 720, 1080, 1080. ഞാൻ ഇവിടെ 1080p ആണ് കളിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ LD പ്ലെയർ ഇവിടെ എടുത്തതിന് ശേഷം നമ്മളിവിടെ BGM എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ് ആപ്പിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതാണ് നമുക്ക് ഓപ്പൺ ആക്കാനുള്ളത്. ഇതിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക വെളിയിലോട്ടല്ല, ഇതിൻ്റെ അകത്തോട്ട്, LD പ്ലെയറിൻ്റെ അകത്തോട്ട്. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. BGM ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ കുറച്ച് കീ മാപ്പിംഗ് വരും, ഇത് കളയാൻ നിൽക്കല്ലേ. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളെ കീ മാപ്പിംഗ്. ഇതിൻ്റെ അകത്ത് വല്ല പ്രശ്നമുണ്ട്, നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണം. ഓക്കെ, അലോ കൊടുക്കണം. ജസ്റ്റ് നോർമലി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ റിസോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ,
ഓക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ റിസോഴ്സസ് എല്ലാം നമ്മൾ സാധാരണ കംപ്ലീറ്റ് ചെയ്യണമല്ലോ കംപ്ലീറ്റ് ചെയ്യണം. മെയിൻ ഐ ഡി യൂസ് ചെയ്യണോ വേണ്ടതെന്ന് ബ്രോ ചോദിക്കണവർക്ക് മെയിൻ ഐ ഡി ഞാൻ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യണില്ല. കാരണം പോലെയല്ല, മൂമും ഗെയിം ലൂപ്പും പോലെയല്ല. ഇത് നല്ല സ്മൂത്താണ്, നല്ല FPS കിട്ടും എന്നും പറഞ്ഞ് മെയിൻ ഐ ഡി സേഫ് ആവണമെന്ന് ഒരിക്കലും ഇല്ല. പക്ഷെ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. എൻ്റെ i3 സെക്കൻഡ് ജനറേഷനൊക്കെ ഇരുന്നപ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ ആലോചിച്ച് പണ്ട് അപ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിരുന്നു. 60 FPS പക്ക വിത്ത് സ്ട്രീമിംഗ് ആയിരുന്നു. അത് ഫുൾ സ്ക്രീൻ സ്ട്രീമിംഗ് ഒക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്യണത് ആൾട്ട് ഐ ഡി എടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ എപ്പോഴും ലോ സ്പെക്ക് തന്നെ കൊടുക്കണം. ഏത് ഹൈ എൻഡ് PC ആയാലും ലോ സ്പെക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് FPS കൂടുതലിട്ട്. സൗണ്ട് കോപ്പിറൈറ്റ് ഒരുപാട് പട കിട്ടണ 1,000-2,000 രൂപ അതിൽ നിന്ന് ഇവന്മാർ കോപ്പിറൈറ്റ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 1500 MB കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതേപോലെ വല്ല ഗെയിമിംഗ് കൂളർ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യണ കാര്യങ്ങൾ ഇവിടെ ടാഗ് ചെയ്തിരിക്കാം നിങ്ങൾക്ക്. അപ്പം ഇതിൽ കയറി പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് വാങ്ങാൻ വേണ്ടിയെന്ന് വിചാരിച്ചാൽ നല്ല ഡീലിന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ആവണം. നമ്മൾ ഫ്യൂഷൻ റെഡിയാക്കി, എന്തൊക്കെ നമ്മൾ ചെയ്തു? ഫ്യൂഷൻ റെഡിയാക്കി, ഗെയിം ലൂപ്പ് റെഡിയാക്കി, ഗെയിം ലൂപ്പ് LD സെറ്റാക്കി, ഫ്യൂഷൻ സെറ്റാക്കി, LD സെറ്റാക്കി, LDയിലെ സെറ്റിങ്സ് റെഡിയാക്കി, LDക്ക് അകത്ത് സെറ്റിങ്സ് റെഡിയാക്കി, പിന്നെ ഫ്യൂഷൻ്റെ അകത്ത് വെരിഫിക്കേഷൻ ചെയ്ത് ഫ്യൂഷനെ സേഫാക്കി, ആൻറ്റിവൈറസ് ഓഫ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി മെയിനായിട്ട് കോർ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റൂട്ട് പെർമിഷൻ എനേബിൾ ആയിരിക്കണം ഇമുലേറ്ററിൻ്റെ അകത്ത്. നമ്മൾ ചെയ്ത് അത് മെയിനാണ്. പിന്നെ ഫ്യൂഷൻ്റെ ആഡർ എക്സ്ക്ലൂഷൻ അത് ചെയ്യണം. ഡൗൺലോഡ് ആവണില്ലെങ്കിൽ, ഓപ്പൺ ആവണില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വാർപ്പ് ഇട്ട് കൊടുക്കണം. അത് മെയിൻ കാര്യമാണ്. പിന്നെ നല്ല കാര്യമെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇൻവെർട്ടർ റിലേറ്റഡ് കിട്ടണമെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിരിക്കണം. ഞാൻ എന്തായാലും ഒരു കമ്മ്യൂണിറ്റി ചാനൽ തുടങ്ങാൻ പോവുകയാണ് ടെലിഗ്രാമിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് മെസ്സേജ് അയക്കാം, ചാറ്റ് ചെയ്യാം, എന്ത് കാര്യമുണ്ടെങ്കിലും ആൾക്കാരുടെ അടുത്ത് ചാറ്റ് ചെയ്യാം. നമ്മളെ പോലെ തന്നെ ഇമുലേറ്റർ യൂസ് ചെയ്യണ കുറേ കമ്മ്യൂണിറ്റി ആൾക്കാരില്ലേ കേരളത്തിനകത്ത്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഞാൻ ടെലിഗ്രാമിൻ്റെ അകത്തൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങണം. പക്ഷെ അതെങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് തുടങ്ങാത്തത്. എന്തായാലും സെറ്റൊക്കെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റും, ബ്രോ ഇന്ന് നിങ്ങൾക്ക് ബാൻ കിട്ടിയില്ലല്ലോ, അപ്പം ഇന്ന് ഞാൻ കളിക്കാൻ കാരണം ഗെയിമിൽ ഒരാൾ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് FPS വേണമെങ്കിൽ 3 ഡോട്ടിൽ പോയിട്ട് ഡിസ്പ്ലേ ഫ്രെയിം റേറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ 30 FPS ലോക്കായി കിടക്കണം. അത് ഗെയിം ഓപ്പൺ ആയില്ലല്ലോ, ഗെയിം ഓപ്പൺ ആകുമ്പോഴേ മാറും. ഓക്കെ, അപ്പം വേറൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി FPS ബൂസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഗെയിംസിൽ പോവുക, ഗെയിമിങ്ങിൽ പോവുക. ഇവിടെ വന്നതിന് ശേഷം ഒപ്റ്റിമൈസ് ഗെയിം മോഡ്, ഗ്രാഫിക്സ്. ഇവിടെ നമ്മൾ LD പ്ലെയർ സെലക്ട് ആയിരിക്കും, ആൾറെഡി സെലക്ട് ആയിരിക്കും. ഇവിടെ ഹൈ പെർഫോമൻസ് തന്നെയായിരിക്കില്ല എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഹൈ പെർഫോമൻസ്. പിന്നെ കൺട്രോൾ പാനലിലൊന്നും ചെയ്യാൻ പോകണ്ട, ഞാൻ പറയണത് എങ്ങനെ ഓടണം അങ്ങനെ ഓടട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. ഗ്രാഫിക്സിനകത്ത് വേറൊന്നുമില്ല, ഗ്ലോബൽ സെറ്റിങ്സ് വേറൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്താലും ലോഡ് പറഞ്ഞത് പ്രൊസസ്സറിനും ഗ്രാഫിക്സ് കാർഡിനും മാത്രമാണ്. അത് ഒപ്റ്റിമൈസ് ആക്കാനാണ് പാട്. ഓക്കെ, അപ്പം സാധനം ഇവിടെ ഡൗൺലോഡ് ആവണതേ ഉള്ളൂ. ഈ പാർട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യും. ഞാൻ ചുമ്മാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീഡിയോ ലോങ് ആവില്ലേ? ശരിയാണ് കേട്ടോ, വീഡിയോ ലോങ് ആവും. 10 മിനിറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എന്ന് പറഞ്ഞിടാം. കാരണം ഇതൊക്കെ കൊണയടി, ഇൻസ്റ്റാളേഷനൊക്കെ കൊണയടി. ഇപ്പം ഞാൻ പറയണത് കേട്ടോ, ഡൗൺലോഡിങ്ങിന് ഒന്നുമില്ല നിങ്ങളുടെ അടുത്ത്. ഇനി പറയാം, ചാടിന് കൂടി ഒന്ന് സബ് ചെയ്തൊക്കെ 2K ആവാറായില്ല. എത്രയായി നോക്കട്ടെ, സബ്സ്ക്രൈബ് എത്രയായി നോക്കട്ടെ. ലൈവിൽ കിടന്ന് പറയണ പോലെയാണ് ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ കിടന്ന് പറയണം. ഡൗൺലോഡ് ചെയ്യുന്ന സമയം ചുമ്മാ ഇരിക്കും. 1585. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട് ലോഗിൻ ആക്കണം, അതൊക്കെ ചെയ്യണം, കുറേ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു പോപ്പ് വരും. ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് BGMI ഓപ്പൺ ആവുകയാണ്. നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴും വെയിറ്റ് ചെയ്യണം. ഫുള്ളൊന്ന് ലോഡായതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ഓക്കെ കൊടുക്കണം, അഗ്രി ചെയ്യണം. എന്നിട്ട് ഇതിനെ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ പോയിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ആക്കിയിട്ട് വരട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ആക്കിയിട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യില്ല ഗൈസ്, കാരണം എനിക്ക് പേടിയാണ്. ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്യാത്തൊരു ഇമിലേറ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത്. ഞാൻ പേഴ്സണലി കളിക്കുമായിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഇനി നിങ്ങൾ കളി ആൾട്ട് ഐ ഡി എടുത്ത് വെച്ച് നിങ്ങൾ കളി, എന്നിട്ട് വല്ല കുഴപ്പമുണ്ട് മെസ്സേജ് ആയി. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെയിൻ ഐ ഡി എടുക്കാം, കാരണം ഫ്യൂഷൻ അത്രയ്ക്ക് സ്റ്റേബിളാണ് എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ആക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആക്കിയിട്ടുണ്ട് ജിമെയിൽ. എന്നിട്ട് ഇവിടെ ഞാൻ ട്വിറ്റർ വഴിയാണ് ലോഗിൻ ആക്കാൻ പോണേ. അപ്പം ട്വിറ്ററിന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ട്വിറ്റർ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ട്വിറ്റർ ലോഗിൻ ചെയ്തിട്ട് ട്വിറ്റർ വഴി ഓപ്പൺ ചെയ്യാം BGMI. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജിമെയിലാണെങ്കിൽ ജിമെയിൽ ആഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് ആയിട്ട് ലോഗിൻ ചെയ്യുക. അത്രയുള്ള കാര്യങ്ങൾ. അപ്പം ട്വിറ്റർ ആയതുകൊണ്ടാണ് ട്വിറ്റർ ഡൗൺലോഡ് ആക്കുന്നത്. സാരിയുടെ വരവുള്ളതാണ് വരാനില്ല. ഓക്കെ, അപ്പോൾ ട്വിറ്റർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ട്വിറ്റർ ലോഗിൻ ആക്കിയിട്ട് വരാം. പിന്നെ ഈ ഉണച്ച സൗണ്ട് എനിക്ക് ഇഷ്ടമില്ല. സെറ്റിങ്സിൽ പോവുക ഗൈസ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആപ്പ് പെർമിഷനായി നോട്ടിഫിക്കേഷനിൽ പോവുക. നോട്ടിഫിക്കേഷൻ ഈ ഒരു സാധനം ഓഫ് ചെയ്യുക. ആപ്പുകളെല്ലാം ഓഫ് ചെയ്തെടുക്കുക. തലവേദന എടുക്കും ഈ സൗണ്ട്. ശരി, എന്നാൽ ഞാൻ ട്വിറ്റർ ലോഗിൻ ആക്കിയിട്ട് ഗൈസ്. ഒരു കാര്യമുണ്ട്, ട്വിറ്റർ ഈ ഇമുലേറ്ററിൽ എടുക്കുന്നില്ല. ട്വിറ്റർ കുറേ ഇമുലേറ്ററിൽ എടുക്കുന്നില്ല. ഏതൊക്കെ എടുത്തില്ല, മോമോ ഒന്നും എടുത്തില്ല. പിന്നെ ഗെയിം ലൂപ്പിൻ്റെയൊക്കെ അവർ കുറേ പരിപാടി ചെയ്ത് വർക്കാക്കി വെച്ചു. അപ്പോൾ ട്വിറ്റർ ലോഗിൻ ചെയ്യണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ട്വിറ്റർ ഇമുലേറ്ററിൽ എടുക്കൂല. ജിമെയിൽ, ഫേസ്ബുക്ക്, ബാക്കിയെല്ലാം ഡിസ്കോഡ് എല്ലാം എടുക്കും, പക്ഷേ ട്വിറ്റർ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ജിമെയിലിൽ ലോഗിൻ ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ ഞാൻ എൻ്റെ ജിമെയിൽ ലോഗിൻ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്യൂഷൻ ഓപ്പൺ ചെയ്യണം. ഫ്യൂഷൻ അതിൻ്റെ ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഫ്യൂഷൻ റീ ഓപ്പൺ ചെയ്യണം. എമുലേറ്ററോടെ ഒന്ന് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം, കാരണം നമ്മൾ BGMI ഇൻസ്റ്റാൾ ആക്കിയിട്ട് എമുലേറ്റർ റീസ്റ്റാർട്ട് ആക്കിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം, ആക്കാൻ പറ്റില്ലേ. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ ഓപ്പൺ ചെയ്യാം. 1-2 വട്ടം ഓപ്പൺ ആയില്ലെങ്കിൽ 3-ാമത്തെ വട്ടം ഓപ്പൺ ആവും, പേടിക്കണ്ട. പിന്നെയും ഓപ്പൺ ആവണില്ലെങ്കിൽ അറിയാമല്ല, വാർപ്പ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ശേഷം LD പ്ലെയറിന് സെലക്ട് ചെയ്യണം. പക്ഷേ റിമൈൻഡർ ഇങ്ങനെയൊക്കെ വരും, അത് നോക്കണ്ട. ജസ്റ്റ് ആഡൊക്കെ ഓപ്പൺ ആവും, ഫസ്റ്റൊക്കെ സ്റ്റോറൊക്കെ ഓപ്പൺ ആവും. LD പ്ലെയർ സെലക്ട് ചെയ്തിട്ട് ലോഞ്ച് കൊടുക്കണം. വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട, വെയിറ്റ് ചെയ്യണം. LD പ്ലെയർ റണ്ണിങ്. എനേബിൾ ADB ഓൺ ഇമുലേറ്റർ എന്ന് വല്ല കുഴപ്പം കാണിച്ചാൽ നിങ്ങൾ സെറ്റിങ്സിൽ പോകുക. മോർ ഇൻഫോ എല്ലാ സെറ്റിങ്സ് നമ്മൾ ADB എനേബിൾ ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ വെച്ച് ADB എനേബിൾ ലോക്കൽ കണക്ഷൻ കൊടുക്കണം, സേവ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ലോഞ്ച് ചെയ്യണം. നമ്മൾ ഓൺ ആക്കിയില്ലായിരുന്നു, ADB ഓൺ ആക്കാൻ മറന്നു. റൂട്ട് ഓൺ ആക്കണം, ADB ഓൺ ആക്കണം. ജസ്റ്റ് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. 2 സെക്കൻഡ് അല്ല, കൂടിപ്പോയി 30 സെക്കൻഡ് 40 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് വല്ല ഇരിക്കും, കാരണം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആവുന്ന സാധനമാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ BGMI ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് കൂടി ഓൺ ആക്കിയോ. കൈ തട്ടിപ്പോയതാണ് ഗൈസ്, ആരൊന്നും വിചാരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ BGMI ലോഞ്ച് ആവുകയാണ്. ഇവിടെ നമ്മളെ ജിമെയിൽ വെച്ചാണ് ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജിമെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം നിങ്ങളിവിടെ. ലോഗിൻ ആയിട്ടുണ്ട്. പാട്ട് കൂട്ടൊക്കെ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടി, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സംഭവം. അത് ഓഫ് ചെയ്യണം. F11 തിരിക്കുക, ഫുൾ സ്ക്രീൻ ആവും. കളിച്ചോണ്ടിരുന്നടാ പോയി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്.
സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ജിമെയിൽ എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ലോഗിൻ ആക്കിയിട്ടുണ്ട്. LD പ്ലെയർ തന്നെയാണ്. നേരത്തെ ലോഗിൻ ആക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ അക്കൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നു. അതാണ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മളെ LD പ്ലെയറിലാണ് ഇപ്പോൾ അക്കൗണ്ട് എല്ലാം ലോഗിൻ ആക്കിയിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഡൗൺലോഡ് ആവണം. ഇതെല്ലാം നമുക്കൊന്ന് ഓഫ് ചെയ്യണം. ഓട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്യണം. പിന്നെ സെറ്റിങ്സിൻ്റെ അകത്ത്, കൺട്രോൾസിനകത്ത്, ക്ലൗഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സിനകത്ത് കസ്റ്റമൈസ് ഏതുവരെ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അൾട്രാ എക്സ്ട്രീം എന്ന് വെച്ചാൽ 120 FPS മാനുവൽ അഡ്ജസ്റ്റ് കൊടുക്കണം. കളർഫുൾ കൊടുക്കാം. ഇത് കുറച്ച് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, ലോബി എൻഹാൻസ്മെൻറ്റ് വേണ്ട. ഓക്കെ, പിന്നെ ഇത് ഇവിടത്തെ കൊടുക്കണം. സെൻസി ഞാൻ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വയ്ക്കാം. പിക്കപ്പ് ഒന്നുമില്ല. ക്രോസ് എഫക്റ്റ് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കിനി കീ മാപ്പിങ്ങിലോട്ട് പോവാം. കസ്റ്റമൈസ് അതിന് മുമ്പ് സൗണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഗൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ്. ഓക്കെ, ഇനി സൗണ്ട് കൊടുക്കാം. കസ്റ്റമൈസ് ബട്ടൺ, കസ്റ്റമൈസ് കുറച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സാധനം കീ മാപ്പിങ്ങിൻ്റെ. ഇത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ എന്തായാലും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ആവശ്യത്തിന് ഇത് ശരിയായില്ല. ന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കസ്റ്റമൈസിൽ പോയിട്ട് എൻ്റെ ആവശ്യത്തിന് ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇടുക. ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആരോക്കെയാണ് യൂസ് ചെയ്യണത്. ഞാൻ ആരോക്കെ വെച്ച് കളിക്കുന്ന ഗെയിമറാണ്. അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇവിടെ എല്ലാം സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഇത് ആവശ്യമില്ല, നമുക്കത് ആവശ്യമില്ല. ഫയർ ബട്ടൺ ഇവിടെ വയ്ക്കണം. ഇത് കുറച്ച് നടുക്കിൻ്റെ ഈ സൈഡ് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ സെറ്റ് ആക്കട്ടെ. ഇന്നത്തെ കണ്ണ്, ജമ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളായിട്ടുണ്ട്. സേവ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു TDM മാച്ച് പോയി കാണിച്ചു തരാം. മറ്റും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതിന് മുമ്പ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. TPP FPP സ്പ്രിന്റ് സെൻസിറ്റിവിറ്റി കൂട്ടി തരണം. പീക്ക് ആൻഡ് ഫയർ ഓൺ അല്ലായിരുന്നു. നമുക്കിവിടെ നല്ല FPS കളിക്കാൻ പറ്റും. ഒരു സീനും ഇല്ലാതെ കളിക്കാൻ പറ്റും ഗൈസ്. ഏറ്റവും സ്മൂത്താണിത്. ടീം മാപ്പിംഗ് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സജസ്റ്റ് ചെയ്യണ രീതി തന്നെ. ഇവിടെ എനിക്ക് PGM ശരിയാവണം. ശരിയാവും. പിന്നെ ക്യാമ്പ് ചെയ്തിട്ട് മടിക്കണ്ടേ. രണ്ടെണ്ണം
ഗൈസ് അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും, നല്ല FPS കളിക്കാൻ പറ്റും. എല്ലാവരും LD പ്ലെയറിലോട്ട് മാറുക, ഇത്രേ ഇനി പറയുള്ളൂ. സെറ്റാണ്. ഇവിടെ നല്ല സ്മൂത്താണ്, കണ്ടോ, നല്ല സ്മൂത്താണ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇത്ര തന്നെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.